ഇന്ന് നമുക്ക് മധുരക്കിഴങ്ങ് ഇല കൊണ്ട് ഒരു തോരൻ വെക്കാം. അപ്പോഴേ തോരൻ വെക്കുന്നതിന് മുമ്പായിട്ട് ഈ ഇലയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കിയാലോ. മധുരക്കിഴങ്ങ് ഇലയുടെ ഗുണങ്ങൾ നമുക്ക് നോക്കാം. ദിവസവും കഴിക്കുന്നത് ഉയർന്ന പ്രമേഹം പോലും നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കും. ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ രക്തയോട്ടം വർദ്ധിപ്പിക്കുവാനും നല്ല കൊളസ്ട്രോൾ കൂട്ടുവാനും സഹായിക്കുന്നു. ഇത് ഹൃദയാഘാതം പോലുള്ള അവസ്ഥകളെ പ്രതിരോധിക്കും. കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു. റെറ്റിനയ്ക്കുണ്ടാകുന്ന തകരാറുകൾ പരിഹരിക്കാനും പ്രായമാകുന്നതിലൂടെ ഉണ്ടാകുന്ന കാഴ്ച പ്രശ്നങ്ങൾ തടയാനും ഇത് നല്ലതാണ്. പ്രതിരോധശേഷി കൂട്ടുന്നു. ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ മധുരക്കിഴങ്ങിൻ്റെ ഇല ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. കാൻസർ കോശങ്ങളുടെ വളർച്ച തടയാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കലവറയാണിത്. വിറ്റാമിൻ കെ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ ഇത് നല്ലതാണ്. സ്ത്രീകളിലും കുട്ടികളിലും ഉണ്ടാകുന്ന ക്ഷീണവും തളർച്ചയും മാറാൻ മധുരക്കിഴങ്ങിൻ്റെ തളിരിലകൾ കഴിക്കുന്നതും നല്ലതാണ്. ഇനിയും നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോഴേ ഞാനിവിടെ കുറച്ചില പറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം മഴയൊക്കെ പെയ്ത് ഇലകളിലെ മണ്ണൊക്കെ ധാരാളം തെറിച്ചിട്ടുണ്ട്. ഇപ്പം വൃത്തിയായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക. ഈ ഇല ഒരു തോരന് വെക്കണമെങ്കിൽ കുറച്ചേറെ വേണം കേട്ടോ. അങ്ങ് വെന്ത് കഴിയുമ്പോഴേ ഒരുപാട് അങ്ങ് അവിഞ്ഞു പോകും. അപ്പോഴേ ഇത്രയ്ക്ക് ഗുണമുള്ള ഇല നമുക്ക് കളയണ്ടല്ലോ. നമുക്ക് തോരൻ വെച്ച് കഴിക്കരുതോ. അപ്പോഴേ എനിക്കറിയില്ലായിരുന്നു ഈ ഇല തോരൻ വയ്ക്കാമെന്ന്. അപ്പം പിന്നെ ഇങ്ങനെ അറിവ് കിട്ടി ഇതിൻ്റെ ഇല തോരൻ വയ്ക്കാമെന്ന്. അപ്പോഴേ ഈ ഇല പറിച്ച് കളയാതെ ഞാൻ ഇത് തോരൻ വയ്ക്കാനായിട്ട് എടുക്കുകയാണ്. അപ്പോഴേ വൃത്തിയായിട്ട് ഞാനിപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയും ചെറുതായിട്ട് അതൊന്ന് നുറുക്കിയെടുക്കാം. ഇപ്പോഴേ ഞാൻ തോരാനായിട്ട് വെച്ചിരുന്നു. തോർന്ന് കഴിച്ചപ്പോഴാണ് ഇത് നുറുക്കിയെടുക്കുന്നത്. ഒട്ടും വെള്ളമയം വേണ്ട കേട്ടോ. ഇപ്പോഴിതെല്ലാം 2-3 പ്രാവശ്യം വീണ്ടും ഞാൻ നുറുക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോഴേ ഞാനിത് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനിയും ഒരു അരപ്പ് തയ്യാറാക്കാം. അപ്പോഴരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. ഈ സ്ഥാനത്ത് പച്ചമുളകും എടുക്കാം, പറ്റൽമുളക് വേണമെങ്കിലും എടുക്കാം. 2 വെളുത്തുള്ളി, 2-3-4 അല്ലി ചുവന്നുള്ളി, ഇത്രയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോഴേ ഞാൻ ഈ തേങ്ങാക്കൂട്ട് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ആ ചതച്ചെടുത്ത അരപ്പ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലയിലേക്കിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനിയും തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ചീനിച്ചട്ടിയാണ് ഗ്യാസ് അടുപ്പയിലോട്ട് വെച്ചിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞാലുടനെ നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്ന ഇലക്കൂട്ട് ചെറിയ തീയിൽ അടച്ച് വേവിക്കാം. അപ്പോഴേ ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോഴേ ഒരാവി അടിക്കുമ്പോൾ തന്നെ അത് വെന്തോളും. അപ്പോഴേ ഇതിന് ഞാൻ അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കുകയാണ്. ഇരുന്ന് വേകട്ടെ. അപ്പോഴേ ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേ ഈ വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടാലേ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോഴേ ഈ ഇല നിങ്ങളുടെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് കളയരുതേ. ഇത്രയും ഗുണമുള്ള ഇലകൾ തോരൻ വെച്ച് കഴിക്കണം കേട്ടോ. ഒരു ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ചീരയൊക്കെ തോരൻ വെക്കുന്ന അതേ ടേസ്റ്റാണ്. അപ്പോഴേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ തോരൻ. എല്ലാവരും ഒന്ന് വെച്ച് കഴിക്കണേ. നമ്മുടെ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകട്ടെ. അപ്പോഴേ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ
ഇനിയും കാണാം. ബൈ. താങ്ക് യു.